നോക്കിയേ, ഞാൻ സ്മിത. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? വായോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ഹെൽത്തി ബ്രെഡ് റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഇതൊരു തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ചോപ്പ് ചീര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ചെറിയൊരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു നുള്ള കുരുമുളക് പൊടി. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ബ്രെഡും, പിന്നെ കുറച്ച് ബട്ടറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ ഒന്ന് കനം കുറച്ച് ചെറുതായി നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടാ. അപ്പൊ ക്യാരറ്റ് ആയാലും നമുക്കിതാ ഇതേപോലെ നല്ല കനം കുറവിൽ തന്നെ നമുക്കിതാ കട്ട് ചെയ്തെടുക്കാം കേട്ടാ. ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം കേട്ടാ. സബോളയിലും നമ്മൾ ക്യാരറ്റ് അരിഞ്ഞ പോലെ തന്നെ നമുക്കിത് ചെറുതായിട്ട് തന്നെ നല്ല കനം കുറവിൽ നുറുക്കിയെടുക്കാം കേട്ടാ. കളി നമ്മൾ മുന്നേ സബോളയും നമ്മുടെ ക്യാരറ്റൊക്കെ അരിഞ്ഞ പോലെ തന്നെ കേട്ടാ, ചെറുതാക്കി തന്നെ നമുക്ക് നുറുക്കിടാം. ചീരല് അതേപോലെ തന്നെ എല്ലാ പച്ചക്കറികളും നമ്മൾ എന്ത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. പക്ഷെ ഏത് പച്ചക്കറി ഉപയോഗിക്കുമ്പോൾ നല്ല കനം കുറവിൽ നമ്മൾ നുറുക്കിടാട്ടാ. മുട്ട വേവണ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടണേ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാതും നല്ല കനം കുറവിൽ തന്നെ നമ്മൾ അരിയാൻ പറയുന്നത് കേട്ടാ. മല്ലിയില നമ്മൾ നോക്കി ആദ്യം ഇത്ര എടുക്കണുള്ളൂ കേട്ടോ. അത് ഇത്ര എടുക്കണുള്ളൂ. നമ്മൾ കുറച്ച് കൂടുതൽ കൊണ്ടുണ്ടെങ്കിലും ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കണുള്ളൂ കേട്ടാ. അതിങ്ങനെ കുഞ്ഞിതാക്കി പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞിടാം. പിന്നെ പച്ചമുളക് നമുക്ക് നിർബന്ധമില്ല, പക്ഷെ ഒരു ചെറിയൊരു എരിവിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഇടുന്നത് കേട്ടാ. അത്രയും നിർബന്ധമില്ല. അപ്പൊ ഈ ഒരു മുഴുവൻ പച്ചമുളക് നമ്മൾ എടുക്കണില്ല, കാരണം നല്ല എരിവൊക്കെയുള്ളൊരു പച്ചമുളകാണ്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി കൂടി ഉണ്ടല്ലോ. അപ്പൊ പച്ചമുളകിന്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി നമ്മളിത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഇല്ല കേട്ടാ, ഇങ്ങനെ 3 നുള്ള് ഇത്രയും കുരുമുളക് പൊടി ആട്ടോ നമ്മൾ ഇട്ട് കൊടുക്കണുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഒരു നുള്ളു ഉപ്പാട്ടോ ഇട്ട് കൊടുക്കണേ. പിന്നെ നമുക്കിതാ മുട്ടയിലേക്ക് ഉടച്ചു വയ്ക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ. മുട്ടയാണ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ. ഇതേപോലെ നന്നായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റിൽ വരുള്ളൂ. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഇതിലിപ്പോൾ ഞാൻ ക്യാരറ്റും തക്കാളിയും ചീരയ്ക്കല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ഏത് പച്ചക്കറികളായാലും നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ടിട്ട് കുട്ടികളുടെ വയറ്റിലെത്തിക്കാൻ പറ്റൂട്ടോ നമുക്ക്. അപ്പൊ നോക്കിയേ, ഇതേപോലെ നമ്മളിതാ ഉണ്ടോ 2 മുട്ടയുള്ളൂ, പക്ഷെ നന്നായിട്ട് ഇത് പതപ്പിച്ചത്. അപ്പം നോക്കിയേ, ഇത് നമ്മുടെ മുട്ട ഇതാ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നീക്കി വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു പാൻ അടപ്പത്ത് കയറ്റിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടാ. പാൻ ചൂടായി വന്നപ്പോൾ നമ്മളിത് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ കേട്ടാ. ബട്ടറൊക്കെ ഇതാ ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോൾ നമുക്കിതാ ബ്രെഡ് ഒന്ന് നമുക്ക് തിരിച്ച് മറിച്ചൊന്ന് ചുട്ടെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ നമ്മൾ ആക്കിയെടുക്കണം കേട്ടാ. ഒന്ന് മറിച്ച് കൊണ്ട് നോക്കാം.
നമ്മുടെ ഈ ബട്ടർ ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ നെയ്ച്ച് കൊടുത്താൽ മതി. ആ ഒരു കഷ്ണം ബട്ടർ തന്നെ മതിയാവും നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ബ്രെഡ് നമ്മൾ 1-2 വട്ടം തിരിച്ച് മറിച്ച് നോക്കിയതാ നല്ലൊരു കളറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ? നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ബ്രെഡ് ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിലേക്ക് ഇതാ ഒരു കഷ്ണം ബട്ടറും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നോക്കിയാൽ നമ്മുടെ മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ വരുന്ന പോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കാം. കാരണം വെജിറ്റബിൾസ് ഇത്തിരി കൂടുതലിട്ട കാരണമാണ് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ നമ്മളിത് ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം. ഒന്ന് അമർത്തിയില കൊടുത്തോളൂ കേട്ടോ. തീ കുറവിൽ വെച്ചിട്ട് നമുക്ക് ഒട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയും ആയി നമ്മുടെ ഓംലേറ്റ് ഒക്കെ ഒന്ന് അടിയിൽ റെഡി ആയി വന്നത് കാണുമ്പോൾ നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിടാം കേട്ടോ. വെജിറ്റബിൾസ് കൂടുതലുള്ള കാരണം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നേ. നമുക്കുണ്ടല്ലോ ഇതാ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഒന്നും കൂടി മടക്കി ഇങ്ങനെ വയ്ക്കാം കേട്ടോ. നമ്മുടെ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ആവണ പോലെ. അതേപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്കിതാ ഈ ഒരു സൈഡും നമുക്ക് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ ആക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിതാ ഇവിടെ ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബ്രെഡ് ഇവിടെ ഉണ്ട്. ആ ഒരു ഭാഗം നോക്കി ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ചീസിൻ്റെ ഒരു സ്ലൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ. നമുക്കിപ്പോൾ ഇതില്ലെങ്കിൽ വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെന്ന് വെച്ചാൽ വെച്ച് കൊടുത്തോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും കഴിക്കുമ്പോൾ ഒന്ന്. വെച്ച് കൊടുത്ത് നമുക്കിതാ ഈ ഒരു ബ്രെഡിന് പതുക്കെ വെച്ച് കൊടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും. കാരണം പിന്നെ നമ്മുടെ അമ്മമാർക്കാണെങ്കിൽ പച്ചക്കറി കഴിക്കില്ല എന്നുള്ള പരാതിയും തീരും. നമ്മൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതാ നോക്കിയേ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും അമ്മമാർക്കാണെങ്കിൽ മനസ്സ് നിറയുകയും ചെയ്യും. കാരണം അവരൊരു കഷ്ണം കഴിച്ച് നമുക്കറിയാലോ അവർക്ക് ആവശ്യമുള്ള നല്ല ശരീരത്തിന് ആവശ്യമുള്ള അത്യാവശ്യം ഫുഡൊക്കെ അവരുടെ ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഒരു ബ്രെഡ് റോസ്റ്റാണ് കേട്ടോ നമ്മുടെ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷാഹിനെ വിളിച്ചിട്ട് വരാം. അപ്പം ഷാഹിന് എനിക്കൊരു ചെറിയ കഷ്ണം മതി പറഞ്ഞോള്. അത് വലിയ കഷ്ണം എടുക്കായിരുന്നു എനിക്ക്. ഭയങ്കര രസമാട്ടത്. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടാവും ഭയങ്കരമായിട്ട്. പെട്ടെന്ന് സ്കൂളൊക്കെ വിട്ട് വരുമ്പോ ഒരു 4 മണി പലഹാരം അത്ര രസമായിട്ടുള്ളതാ. അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും ഇതുണ്ടാക്കിയോളാം. അത്ര എളുപ്പമാണ്. അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.